ഹാത്തമുൽ അസം തങ്ങളെ കുറിച്ച് പറയുമ്പോ മഹാനവറുകളുടെ സൂക്ഷ്മത വല്ലാത്ത സൂക്ഷ്മതയാണ്. എന്താ ഹാത്തമുൽ അസം എന്ന് പേര് വരാനല്ല കാരണം, മഹാന്മാര് കിതാബിൽ പറയുന്നത് കാണാം. അസം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ചെവിട് കേൾക്കാത്ത ആള് എന്നാണ്. ഹാത്തമുൽ അസം ചെവിട് കേൾക്കാത്ത ഹാത്തം, ഇതതിന്റെ അർത്ഥം. ഏതെങ്കിലും ബാപ്പമാര്, ഏതെങ്കിലും ഉമ്മമാര് സ്വന്തം മകനെ ഇങ്ങനൊരു പേരിടോ? എത്ര വിവരമില്ലെങ്കിലും പേരങ്ങനെ ഇടോ? പൊട്ടനായ ഖാദിർ എന്ന് പേരിടോ? സുബ്ഹാനല്ലാഹ്. ഇനി ഇവിടെ ഖാദിർ ഉണ്ടെങ്കിൽ ആരും അവരെ ഉദ്ദേശിച്ചാന്ന് മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല വ്യക്തിപരമായിട്ട്. സുബ്ഹാനല്ലാഹ്. ചെവിട് കേൾക്കാത്തവൻ, അല്ലെ കണ്ണ് കാണാത്തവൻ, വിവരമില്ലാത്തവൻ, ഈ രൂപത്തിൽ എന്തെങ്കിലും പേര് ഏതെങ്കിലും മാതാപിതാക്കളിടോ? എന്നാൽ മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന് ചെവിട് കേൾക്കാത്ത ഹാത്തം എന്നാണ് പേര്. എന്താ കാരണം? അത് മാതാപിതാക്കളെ നൽകിയ പേരല്ല, മാതാപിതാക്കളെ നൽകിയ പേരല്ല, ആളുകളെ വിളിച്ച പേരാണ്. എന്തേ ഹാത്തമുൽ അസം തങ്ങൾക്ക് ചെവിട് കേൾക്കാത്ത വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നവുമില്ല. നന്നായിട്ട് ചെവിട് കേൾക്കുന്ന ആളാണ് ഹാത്തമുൽ അസം തങ്ങൾ. പക്ഷേ മഹാനുഭാവൻ ഒരു പെണ്ണിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ചെവിട് കേൾക്കാതെ ജീവിതകാലം മുഴുവൻ അഭിനയിച്ചു എന്ന ഹദീസിൽ, എന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനുഭാവൻ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ദർസ് നടത്തി കൊടുക്കുകയാണ്. ഒരു നാട്ടിലെ വലിയ ഖാളിയാണ് മഹാൻ. ആ സമയത്താണ് ഒരു പെണ്ണ് ഒരു മസ്അല ചോദിക്കാൻ വേണ്ടിയിട്ട് മഹാനുഭാവന്റെ ആ ദർസിലേക്ക് വരുന്നത്. ആ ദർസിൽ ഇങ്ങനെ വന്നപ്പോ ഉസ്താദ് വലിയ വലിയ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുകയാണ്. അദബാണല്ലോ ആ ദർസിന്റെ ഇടയിലേക്ക് കയറി ചെല്ലാതെ കഴിയുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കുക എന്നതൊരു അദബാണ്. അത് ഏത് സദസ്സിലും കയറി ചെല്ലുമ്പോഴുള്ള അദബാണ്. ഏത് സദസ്സിലും കയറി ചെല്ലുമ്പോ അങ്ങനെ ഒരു അദബ്. ചില ആളുകൾ ഉണ്ടാകും, ഒരു മജ്‌ലിസ് ഇങ്ങനെ നടക്കായിരിക്കും. അപ്പൊ ചില ആൾക്കാരെ ഇടയിൽ ഇങ്ങോട്ട് കയറി വന്ന് അസ്സലാമു അലൈക്കും ഒച്ചത്തിൽ അങ്ങോട്ട് സദസ്സാ കാലം കൊലക്കുട്ടി നല്ലൊരു റാഹത്തിൽ ഇങ്ങനെ പോകുമ്പോ ആ മജ്‌ലിസിൽ വന്നിട്ട് ഒന്നായിട്ട് സലാം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒച്ചത്തിൽ സംസാരിച്ച് ആ സദസ്സിന്റെ ഹുറുമത്ത് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ ഇടപെടാൻ പാടില്ല. ആ പെണ്ണ് അവിടെ ഇങ്ങനെ കാത്തുനിന്നു. ഹാത്തമുൽ അസം തങ്ങളുടെ ആ ദർസ് ഒന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ദർസ് കഴിഞ്ഞു. ആ പെണ്ണ് മഹാനുഭാവന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പൊ സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ശാരീരികമായ ഒരു ചെറിയ പോരായ്മ സംഭവിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിന്റെ വുളൂ മുറിഞ്ഞുപോയി. ഒരൽപ്പം ശബ്ദത്തോടെ വുളൂ അങ്ങ് മുറിഞ്ഞുപോയി. കാര്യം മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതാണ്. സുബ്ഹാനല്ലാഹ്, ഒരൽപ്പം ശബ്ദത്തോട് കൂടെ വുളൂ അങ്ങ് മുറിഞ്ഞുപോയി. വുളൂ മുറിഞ്ഞുപോയി എന്നതിലപ്പുറം ആ പെണ്ണിന് പടച്ചോനെ നാട്ടിലെ ഖാളിയാര മുന്നിന്നാണ് ഇത് സംഭവിച്ചത്. ഇതെങ്ങാനും ആ ഖാളിയാര അറിഞ്ഞുപോയാൽ ഞാൻ ആകെ മാനക്കേടിലാവല്ലോ എന്നുള്ള ബേജാറാണ് ആ പെണ്ണിന്. ഹാത്തമുൽ അസം തങ്ങൾക്ക് വിഷയം മനസ്സിലായി. ആ പെണ്ണ് വല്ലാതെ പ്രയാസപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും അവളെ ബേജാർ. ആ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നവളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് അവൾക്ക് വലിയൊരു സമാധാനമാണ്. സംഗതി ഹാത്തമുൽ അസം തങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പെണ്ണ് നേരെ അടുത്ത് വന്നു. എന്തിനാ പെണ്ണ് വന്നത്? ഞാനൊരു മസ്അല ചോദിക്കാൻ വന്നത്. എന്താ വിഷയം? വിഷയം അങ്ങോട്ട് ചോദിച്ചപ്പോ ഹാത്തമുൽ അസം തങ്ങൾ ചെറിയൊരു ഹിക്മത്ത് പ്രയോഗിച്ചു. നന്നായിട്ട് ആ പെണ്ണിന്റെ ചോദ്യം കേട്ടിട്ടുണ്ട്. എന്നാലും ഹാത്തമുൽ അസം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ ഒന്നുകൂടെ ശബ്ദം ഉയർത്തിയിട്ടൊന്ന് ചോദിക്കൂ, എനിക്ക് കേൾക്കാനാവുന്നില്ല. ആ പെണ്ണ് ഒന്നുകൂടെ സൗണ്ടിൽ ചോദിച്ചു. അപ്പയും ഹാത്തമുൽ അസം തങ്ങൾ പറഞ്ഞു, മോളെ തീരെ കേൾക്കുന്നില്ല, ഒന്നുകൂടെ ഉറക്കെ ചോദിക്കൂന്ന്. അപ്പൊ ആ പെണ്ണ് നല്ല സൗണ്ടിൽ അങ്ങോട്ട് ചോദിച്ചപ്പോ ഹാത്തമുൽ അസം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്,
അപ്പൊ ആ പെണ്ണിന് വലിയ സമാധാനമായി. ഇത്ര സൗണ്ടിൽ ഇത്ര അടുത്തെന്ന് ഞാൻ ചോദിച്ചിട്ട് ഉസ്താദ് ചെറുതായിട്ടേ കേട്ടിട്ടുള്ളൂ എങ്കില് നേരത്തെ നടന്ന സംഗതി ഉസ്താദ് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാകൂല. സുബ്ഹാന ജല്ല ജലാലു. പിന്നെ പെണ്ണുപോയി. പക്ഷേ ആ പെണ്ണ് പോയിട്ട് ആളുകളോട് പറഞ്ഞു, നമ്മുടെ ഉസ്താദിന് ചെവിട് കേൾക്കൂല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉസ്താദിന് ചെവിട് കേൾക്കൂല. ആ പെണ്ണിന്റെ മാനക്കേട് വിചാരിച്ചിട്ട് മഹാനായ ഹാത്തമുൽ അസമ്മദങ്ങൾ ആ പെണ്ണ് മരണപ്പെടുന്നത് വരെ ആളുകളുടെ മുന്നിലും ചെവിട് കേൾക്കാത്തവരായി അഭിനയിച്ചു ജീവിച്ചു. എന്താ കാരണം? നാട്ടിലുള്ള ആളുകൾ വന്നിട്ട് സംസാരിക്കുമ്പോ ഹാത്തമുൽ അസമ്മദങ്ങളെ നല്ല ചെവിട് കേൾക്കുന്ന രൂപത്തിൽ നിന്നാൽ അവരാ താത്തയോട് പോയിട്ട് പറയും, ഉസ്താദിന് ചെവിടിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പയും ആ പെണ്ണിന് മാനസികമായിട്ട് പ്രയാസം. അതുകൊണ്ട് ജീവിതകാലം ആ പെണ്ണിന്റെ ജീവിതം കഴിയുന്നത് വരെ ചെവിട് കേൾക്കാതെ അഭിനയിച്ചു, ഒരു പെണ്ണിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട്. അത്ര സൂക്ഷ്മത പാലിച്ച മഹാനാണ് മഹാനായ ഹാത്തമുൽ അസമ്മ റളിയല്ലാഹു അൻഹു. ആ ഹാത്തമുൽ അസമ്മദങ്ങള് 33 കൊല്ലം കൊണ്ട് ഹൃദിസ്ഥമാക്കി 8 കാര്യങ്ങൾ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് മഹാനായ ഹാത്തമുൽ അസമ്മ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉസ്താദിനോട് പറയുന്നു, അല്ലയോ ഉസ്താദ്, ഞാൻ ഒന്നാമതായി പഠിച്ചെടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ, ഞാനല്ല പരിസരത്ത് ജീവിക്കുന്ന ആളുകളെ മുഴുവനുമൊന്ന് നിരീക്ഷിച്ചപ്പോൾ പലരും പലതിനെയും ഇഷ്ടം വെച്ച് സ്നേഹം വെച്ചിങ്ങനെ ജീവിക്കുകയാണ്. പല ആളുകളും പലർക്കും വേണ്ടി ജീവിക്കുന്നു. എന്നാൽ ആളുകൾ ഇഷ്ടം വെക്കുന്ന ആളുകളെ കുറിച്ച് ഞാനെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ അതേ وبعض ذلك المحبوب يصاحبه إلى مرض الموت. ചില കൂട്ടുകാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തിരിഞ്ഞത് അത് രോഗമാകുന്ന സമയം വരെ നമ്മളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരാണ്. വലിയ മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ അവരിൽ പലരെയും എന്നെ കാണാനില്ല. അതേ കിടന്നുപോയി എന്ന് അറിഞ്ഞാല് ആ സുഹൃത്തുക്കളിൽ പലരെയും എന്നെ കാണാനില്ല. നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് നല്ല പണമുള്ള സമയത്ത് നമ്മളുടെ കൂടെ കൂടിയവരാ. എന്നാൽ കിഡ്നി ഫെയിലായി എന്ന് അറിഞ്ഞാൽ, ക്യാൻസർ വന്നു എന്ന് അറിഞ്ഞാൽ, അറ്റാക്ക് രോഗം വന്ന് കിടപ്പിലാണ് എന്ന് അറിഞ്ഞാൽ, വൃക്കരോഗം വന്ന് കിടപ്പിലാണ് എന്ന് അറിഞ്ഞാൽ, അതേ ലിവർ സിറോസിസ് വന്ന് വലിയ പ്രയാസത്തിലാണ് എന്ന് അറിഞ്ഞാൽ, 1-2 ദിവസം വന്നിട്ട് നമ്മളുടെ വിഷയങ്ങൾ ചോദിക്കുന്നു. അടുത്ത കാലത്തൊന്നും രോഗം മാറൂല എന്ന് തിരിഞ്ഞാലോ ആ കൂട്ടുകാരെ പിന്നെ കാണാനില്ല. നോക്കൂ, നമ്മളുടെ കയ്യിലെ പണമുണ്ടോ ആളുകളുടെ കൂടെയുണ്ട്, നമ്മളുടെ കൂടെ ആരോഗ്യമുണ്ടോ ആളുകളുണ്ട്. എന്നാൽ പണമില്ലാത്ത അവസ്ഥ വരുമ്പോ പലരും നമ്മളെ വിട്ടുപിരിയുന്നു, പലരും മാറിപ്പോകുന്നു. സമ്മതങ്ങള് പറയുന്നു, ചിലര് നമുക്ക് രോഗം ബാധിക്കുന്നത് വരെ നമ്മളുടെ കൂടെയുണ്ട്. എന്നാൽ വബഅ്ളുഹു ഇലാ ശഫീരിൽ ഖബ്രി, എന്നാൽ വല്ലാതെ ബന്ധമുള്ള ചില ആളുകള് രോഗമാകുമ്പോഴിൽ നമ്മളുടെ കൂടെയുണ്ട്, പ്രയാസമുള്ളപ്പോഴിൽ നമ്മളുടെ കൂടെയുണ്ട്. എന്നാൽ അവര് പോലും മാക്സിമം നമ്മളുടെ കൂടെ വരുന്നത് ഇലാ ശഫീരിൽ ഖബ്രി,
മരിച്ച് നമ്മളെ അതാ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ആരുടെ മണ്ണിലേക്ക് താഴ്ത്തി വെക്കുമ്പോ ആ ഖബറിൽ ചാരവരെ വരുന്നു എന്നല്ലാതെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന ഒരു സുഹൃത്തിനെയും എനിക്ക് കാണാനായില്ല. ഭാര്യമാര് ഖബറിൽ വരൂലല്ലോ, ശിഷ്യന്മാര് ഖബറിൽ വരൂലല്ലോ, ഉസ്താദുമാര് ഖബറിൽ വരൂലല്ലോ. അതേ ഒരു കൂട്ടുകാരന് ഖബറിൽ വരൂലല്ലോ. ثم يرجع كله ويتركونه وحيدا فريدا. അതേ ചങ്കുബ്രോയാണെന്ന് പറഞ്ഞിട്ട് അവരൊപ്പം കിടന്നവരാണ്, ഒപ്പം യാത്ര ചെയ്തവരാണ്, ഒപ്പം ജോലി ചെയ്തവരാണ്, എല്ലാ സമയത്തും ഒപ്പം നടന്നവരാ. എന്നാൽ മരിച്ചു എന്ന് അറിഞ്ഞാല് ഖബറിൽ ചാരവരെ ചെന്നിട്ട് 3 പടി മണ്ണങ്ങ് വാരിയിട്ട് സലാം പറഞ്ഞ് തിരിച്ചു പോരുന്നു. അതിലപ്പുറത്തേക്ക് ഒരാളും നല്ല വരൂലല്ലോ. ولا يدخل منه في قبره منه أحد. ഇപ്പറഞ്ഞ കൂട്ടുകാരിൽ ഒരാളും തന്നെ ഖബറാകുന്ന ലോകത്ത് കൂടെ വരുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തിനാണ് ഒറ്റപ്പെടുന്ന സ്ഥലത്ത് സഹായിക്കാനോ കൂട്ടിനോ വരാത്ത കൂട്ടുകാര്? യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന മേഖല ഖബറാണല്ലോ. ആ ഖബറിലൊരു സഹായത്തിന് കിട്ടാത്ത കൂട്ടുകാര് എനിക്ക് ആവശ്യമില്ലല്ലോ. സ്വന്തം പിതാവ് മരിച്ചു പോയാലും ആ ഖബറിന്റെ ചാര വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ ഉഖറാ. ഏത് കൂട്ടുകാരനായാലും ആ ഖബറിലേക്ക് ആ കൂട്ടുകാരന്റെ കൂടെ പോയെന്ന് കിടക്കാൻ ധൈര്യമുള്ള എത്ര ആളുകളുണ്ട്? ആരുണ്ട് ഇതുവരെ അങ്ങനെ ഒരു കൂട്ടുകാരന്റെ കൂടെ ഖബറിൽ പോയി കിടന്നവൻ? ഒരാളുമില്ല. മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് പറയാണ്, ഉസ്താദേ, യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന സ്ഥലത്തല്ലേ ഒരാള് കൂടെ വേണ്ടത്? ഈ ലോകത്തെ എനിക്ക് ആരില്ലെങ്കിലും പരിസരത്തേക്ക് നോക്കുമ്പോഴൊക്കെ കാണാൻ എത്രയോ ആളുകളുണ്ട്. ഒരു കൂട്ടുകാരനും ഇല്ലെങ്കിലും ഇവിടൊക്കെ നോക്കുമ്പോ ധാരാളം ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന മേഖല അതാണ് ഖബർ. ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ, മാ റഅയ്തു ശൈഅൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഅ മിൻഹു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകരമായ ലോകം അത് ഖബറാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം കണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നരകത്തിലില്ല ധാരാളം ഭയാനകരമായ ശിക്ഷകൾ കണ്ട നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് പറയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു. ഞാനൊരു സ്ഥലവും കണ്ടിട്ടില്ല, ഖബറിനോളം ഭയാനകരമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ആ ഖബറിലാണ് യഥാർത്ഥത്തിൽ ഒരു കൂട്ടുകാരന്റെ ആവശ്യമുള്ളത്. എന്നാൽ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ ചങ്കാണ്, എന്റെ എല്ലാമാണ്, ഇതൊക്കെ പറയുന്ന കൂട്ടുകാരനും ആ ഖബറിന്റെ ചാര വരെ മാത്രമേ വരൂ. അതിന്റെ അപ്പുറത്തേക്ക് അവനെ കിട്ടൂല. ഹാത്തമുൽ അസ്സം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കൂട്ടുകാരെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒറ്റപ്പെടുമ്പോൾ എന്റെ ഖബറിലേക്ക് കൂടെ വരുന്ന വല്ല കൂട്ടുകാരനുമുണ്ടോ?
ഇതാണ് മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ അന്വേഷണം. അവിടുന്ന് പറയാ, ഞാൻ അന്വേഷിച്ചു ആരാരുമില്ലാത്ത ഖബറിൽ എന്റെ കൂടെ അതേ കൂടെ കിടക്കാൻ വരുന്ന എന്റെ കൂടെ വരുന്ന ആളുകൾ വല്ല കൂട്ടുകാരനുമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് അതേ ഫജഅൽതുൽ ഹസനാതി മഹബൂബി فإذا دخلت القبر دخل محبوبي معي. ഖബറിൽ എനിക്ക് സമാധാനം തരുന്നൊരു കൂട്ടുകാരൻ എനിക്ക് കാണാൻ കഴിയുള്ളൂ. ഏതാണ് ആ കൂട്ടുകാരൻ എന്നറിയുമോ? അത് സൽക്കർമ്മങ്ങളാണ്, ഹസനാത്തുകളാണ്. ആ ഹസനാത്തുകള് ഫഇദാ ദഖൽതുൽ ഖബറ ദഖല മഹബൂബി മഈ. ഞാനെല്ലാ ആയുസ്സിൽ ചെയ്തു വെച്ച ഹസനാത്തുകള്, നല്ല കാര്യങ്ങള് ഞാൻ ഖബറിൽ ഒറ്റപ്പെടുന്ന സമയത്ത് മറ്റുള്ളവര് സല്യൂട്ടടിച്ചു പോകുന്നത് പോലെ പോവുകയില്ല. ദഖല മഈ, എന്റെ കൂടെ ഖബറിലേക്ക് ആ ഹസനാത്തുകൾ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ കൂട്ടുകാരനായി നല്ല കാര്യങ്ങളെ കാണുകയാണ്. ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്റെ മുന്നിൽ അവസരം വന്നാൽ ഞാനത് പാഴാക്കാറില്ല. ഏതൊരു നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടിയാലും അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കലില്ല. അത് നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കി ഒഴിവാക്കാറില്ല. ഏത് നല്ല കാര്യം ചെയ്യാനെല്ലാം അവസരം വന്നാലോ ഞാനത് ചെയ്യാറുണ്ട്. എന്നാലേ ഖബറില് എനിക്ക് കൂടെ ആളുണ്ടാവൂ. മഹാനായ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ നമ്മളുടെ കൂടെ ഖബറിൽ വരാൻ എത്ര സുഹൃത്തുക്കളെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ നല്ല കാര്യങ്ങൾ എല്ലാവരും 3 പടി മണ്ണും വാരിയിട്ട് തിരിച്ചുപോയാലും ആ നല്ല കാര്യങ്ങൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകൂല. അത് ഖബറിൽ ഉണ്ടാകുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുൻകർ നക്കീർ അലൈഹിമുസ്സലാം ഖബറിൽ വരുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് ആ ഖബറിൽ ഒരു നല്ല രൂപത്തിൽ ഒരാൾ വരികയാണ്. വല്ലാത്ത ബേജാറായി നിൽക്കുന്ന സമയത്ത് ഒരു നല്ല ആള് വരികയാണ്. അപ്പൊ ഈ ഖബറാളി ചോദിക്കുമ്പോലും നിങ്ങൾ ആരാണ്? ഞാൻ ഈ വല്ലാതെ പേടിച്ച് പ്രയാസപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോ ഇവിടെ വന്ന് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആ നല്ല കോലത്തിൽ വന്ന ആ ആള് പറയാൻ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇതാ കുറച്ചു കഴിഞ്ഞാൽ മുൻകർ നക്കീർ വരാൻ പോകും. ആ 2 മലക്കുകൾ വരുമ്പോ ബേജാറാവണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ സമാശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ നമ്മളുടെ സൽക്കർമ്മങ്ങൾ ഖബറിൽ വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ ആര് വരും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ എത്ര നല്ല മനുഷ്യന്മാര് നമ്മളുടെ ഖബറ്, ആ ഖബറിന്റെ ചാര വരെ എത്ര നല്ല ആളുകൾ വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഏറിയാൽ നമ്മളുടെ അടുത്ത കുടുംബക്കാർ, അവര് തന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് വരില്ല. വന്നിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് പറയൂന്നുള്ള ബേജാർ കൊണ്ട് വരിക. കുടുംബക്കാരങ്ങനെ വരുന്നത്, ഞാനൊക്കെ കുടുംബാണല്ലോ, ഞാനിങ്ങനെ പോവാതൊക്കെ.
സുബ്ഹാനല്ലാഹ്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും അങ്ങ് തിരിച്ചു പോകും. എല്ലാവരും തിരിച്ചു പോരും. ആ തിരിച്ചു പോകുന്ന സമയത്തും വളരെ ചെറിയ ആളുകൾ അല്ലെ, നിങ്ങൾ കണ്ടില്ലേ, സാധാരണക്കാരായ ആളുകൾ, നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ അങ്ങ് മരിച്ചു പോകുമ്പോ എപ്പോഴാ ആളുകള് കൂടല്? മനുഷ്യന്മാര് ചോദിക്കുക എപ്പാ നിസ്കാരം നടക്കുക അല്ലേ? മയ്യത്ത് കാണാൻ പോലും ആളുകൾക്ക് നേരല്ല. കാണല് നല്ലതോ നല്ലതല്ലേ, അതല്ല ഞാനിപ്പോ പറയുന്നത്. ആ മയ്യത്തിറക്കാം വീട്ടിലേക്കൊന്ന് വരാൻ പോലും സമയമില്ല. എപ്പോഴാ നിസ്കാരം? 12:30 മണിക്ക് നിസ്കാരാണ്. എന്നാൽ ഒരു 12:25 കണക്കാക്കിയിട്ട് പള്ളിയിൽ വരും. സുബ്ഹാനല്ലാഹ്. 12:30 ആകുമ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും, അല്ല നേരായില്ലേ നിസ്കരിക്കല്ലേ? പള്ളിയിൽ ഉസ്താദ് ചിലപ്പോ പറയും കുറച്ച് ആളുകൾ കൂടെ കേറാനുണ്ട്, നമുക്ക് കുറച്ച് തഹ്ലീൽ ചെല്ലാം. ഒരു 5 മിനിറ്റ് തഹ്ലീൽ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും ആളുകൾ ചോദിക്കും, ഇനി വരുന്നോല് വേറെ നിസ്കരിച്ചോട്ടെ ഉസ്താദെ, നമ്മൾ നിസ്കരിക്കല്ലേ? കാരണം നേരല്ല, നമുക്ക് നിൽക്കാൻ നേരല്ല. ഇവനെ ഒന്ന് 6 അടി മണ്ണിലേക്ക് താഴ്ത്തി മൂടിയിട്ട് നമുക്ക് നമ്മളുടെ ബൈക്ക് പോകാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരാ നമ്മളുടെ ഖബറിൽ ആ മരിച്ചു എന്ന വിവരം കേട്ടാൽ ആത്മാർത്ഥമായി ദുആ എന്ന മനസ്സോടെ എത്ര ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടാകും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കഴിഞ്ഞ ദിവസമാണ് എന്റെ സ്ഥാപനമായ, ഞാൻ സേവനം ചെയ്യുന്ന സ്ഥാപനമായ കട്ടിപ്പാറ അൽ ഇഹ്സാൻ, ആ സ്ഥാപനത്തിന്റെ എല്ലാമായ മഹാനായ കട്ടിപ്പാറ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അല്ലാഹു മഹാനുഭാവന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്, മഹാനായ ഉസ്താദ് അവர்கள் വഫാത്തായി എന്ന് അറിഞ്ഞ ആ സെക്കൻഡ് മുതൽ സുബ്ഹാനല്ലാഹ് എത്ര 10,000 ആളുകളാണ് ഉസ്താദ് അവരുടെ ജനാസ കാണാനും നിസ്കരിക്കാനും ആ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും വേണ്ടി വന്നതെന്നറിയോ? സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി 4-5 വർഷങ്ങൾക്ക് മുമ്പ് ആ സിൽവർ ജൂബിലി വളരെ വിപുലമായി നടത്തിയപ്പോ അന്നുപോലും എത്തിച്ചേരാത്ത അത്രയും 10,000 ആളുകള് ഉസ്താദ് അവர்கள் വഫാത്തായി എന്നുള്ള വിവരം അറിഞ്ഞപ്പോ വരികയാണ്. 20-ലധികം പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മൾ മരിച്ചാൽ പള്ളിയുടെ അകമ്പള്ളിയുടെ ഉള്ളിൽ നിറയാൻ മാത്രം ആളുകൾ ഉണ്ടാകുമോ? നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മൾ ഇത്ര കാലം ജീവിച്ചത് മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുന്നത്? ആ അർത്ഥത്തിലാണ് മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളെത്ത് ക്ഷണിച്ചു കൊണ്ടുവരലാണോ? ഞാൻ ഇന്ന ദിവസം മരിക്കും, നിങ്ങൾ ഉച്ച സമയത്ത് അങ്ങോട്ട് വരണം, നല്ലൊരു ബിരിയാണി തിന്നിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് പോകാം, ഇങ്ങനെ ക്ഷണിച്ചിട്ടാണോ വരല്? അല്ല, ക്ഷണിക്കാതെ ആത്മാർത്ഥമായി ആളുകൾ എത്തണം. അതിന് മഹാനായ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഹാത്തമുൽ സമ്മതങ്ങൾ പറയാൻ, ആ ഖബറിലേക്ക് ഞാനങ്ങ് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ വരെയുള്ള വല്ലാത്തൊരു കാലം ഞാൻ കിടക്കേണ്ട ലോകമാണ് ഖബർ. ഈ ദുനിയാവിൽ 60-70 കൊല്ലമാണ് നമ്മളുടെ ആയുസ് റസൂലുള്ളാഹി നിങ്ങളെ പറഞ്ഞു തന്നത്. എന്നാൽ ഖബറാകുന്ന ലോകത്തോ എത്ര ആയിരക്കണക്കിന് വർഷങ്ങളാണ് നമുക്ക് കിടക്കാനുള്ളത്. ആ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ, അവിടെ നമ്മളെ വല്ലാതെ ബേജാറിലായാൽ, അവിടെ സമാധാനമില്ലാത്ത കോലമായാൽ, നഊദു ബില്ലാഹ്, മഹാനായ ഹാത്തമുൽ സമ്മതങ്ങൾ പറയുന്നു, ഖബറിൽ ചാരവരെ വന്ന് തിരിച്ചു പോകുന്ന ആളുകളെ കൊണ്ട് എനിക്കെന്ത് പ്രയോജനമാണ്? അതുപോലെ രോഗം ബാധിച്ചു എന്ന് അറിയുമ്പോഴത്തേക്ക് വിട്ടുപിരിഞ്ഞു പോകുന്ന കൂട്ടുകാരെ കൊണ്ടെന്ത് പ്രയോജനമാണ്? അതുകൊണ്ട് ഖബറിൽ എല്ലാം കൂടെ വരുന്ന കൂട്ടുകാരനാകുന്ന ഹസനാത്തുകളെ വല്ലാതെ ഞാൻ സ്നേഹിച്ചു.
അതുകൊണ്ട് തന്നെ ഹസനാത്തുകളാകുന്ന കൂട്ടുകാരെ എവിടെ കണ്ടാലും ഞാൻ ഒഴിവാക്കലില്ല, പാഴാക്കാറില്ല. യുവാക്കളെ, നല്ല ആരോഗ്യമുള്ള സമയമാണ്, നല്ല ചുറുചുറുക്കുള്ള സമയമാണ്, ശാരീരികമായി നല്ല പുഷ്ടിയുള്ള സമയമാണ്, അതുപോലെ നല്ല ചിന്താശേഷിയുള്ള സമയമാണ്. ഈ സമയത്ത് അടിച്ചു പൊളിച്ച് ചിരിച്ച് രസിച്ചുകൊണ്ട് ജീവിതത്തെ നിങ്ങളെ പാഴാക്കല്ല. ഏത് സമയത്ത് എഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കുന്നു ആ സമയത്ത് എഴുന്നേൽക്കാൻ നമ്മളുടെ ശരീരത്തിന് ആഫിയത്തുള്ള കാലമല്ലേ. ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ യുവാക്കളെ ഒന്ന് തയ്യാറാകുമോ? ഉമ്മമാരെ ഒന്ന് തയ്യാറാകുമോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നാളെ യജമാനനായ അല്ലാഹുവിന്റെ കോടതിയില് എല്ലാ ആളുകളും ഇങ്ങനെ വിചാരണയ്ക്ക് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോ യജമാനനായ അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന രംഗത്തെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോ ആ മശ്റയിൽ നിന്ന് ഒന്നാമതായൊരു അനൗൺസ് മുഴങ്ങുകയാണ്. ഏതാണ് അനൗൺസ് എന്നറിയുമോ? അയ്നല്ലദീന കാനത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ. അതേ, എല്ലാവരും എല്ലാം മറന്നു ഉറങ്ങുന്ന സമയത്ത് യജമാനനായ എന്നെ ആലോചിച്ച് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളുണ്ടോ? അവരൊന്ന് മുന്നോട്ട് വരൂ. അല്ലാഹുവിനോടൊരു വരുന്നു. ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ്, ആ ഓർഡറങ്ങ് വരുമ്പോ കുറഞ്ഞ ആളുകളെ മുന്നോട്ട് വരുന്നു. തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ മുന്നോട്ട് വരികയാണ്. അവരോട് അല്ലാഹുവിനൊരു കൽപ്പനയുണ്ട്, ഉദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഓ തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ, നിങ്ങളോടിവിടെ ചോദ്യമില്ല, നിങ്ങളോടിവിടെ അന്വേഷണമില്ല. അന്തസ്സോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ അവസരം നൽകുന്ന ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രായമായിട്ടതൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചാൽ നടക്കൂല. അത് പ്രായമായ ആളുകളോട് ചോദിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അതാണ് ഒരു ശായിർ പറഞ്ഞത് കാണാം, അലാ ലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. പ്രായമായതിന്റെ ശേഷം ഒരാളിങ്ങനെ ആലോചിക്കാണ്, പടച്ചോനെ ഇനി ഒരിക്കൽ കൂടെ എന്റെ ജീവിതത്തിൽ ആ യുവത്വകാലം അതൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ വയസ്സായാൽ എന്തൊക്കെ ഇടങ്ങേറുകളാണ് ഉണ്ടാവുക എന്ന് ഞാൻ എന്റെ യുവത്വത്തോട് നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. യുവാക്കളായ ആളുകളോട് പ്രായമായാലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകൂല, അത് പ്രായമായാലേ മനസ്സിലാകും. ഇപ്പൊ പ്രായമായ ആളുകൾക്കും ചിലപ്പോ മുമ്പത് മനസ്സിലായി എന്ന് വരൂല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പ്രായമായ ആളുകൾക്കും മുമ്പത് മനസ്സിലായി എന്ന് വരൂല. നിസ്കരിക്കണോന്ന് പൂതി ഉണ്ടാവും, പക്ഷേ മുട്ടുവേദന കൊണ്ട് നിൽക്കാനാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. രാവിലെ എഴുന്നേൽക്കണോന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ
രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വന്നിട്ടില്ല. നെഞ്ചുവേദന കൊണ്ട് പ്രയാസം, കൊളസ്ട്രോളിന്റെ വേറെ പ്രയാസം, ഷുഗർ കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പം, സുബ്ഹാനല്ലാഹ് പ്രഷർ കൊണ്ടുള്ള പ്രശ്നം വേറെ, ഊരവേദന വേറെ, തലവേദന വേറെ, മുട്ടുവേദന വേറെ, ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളുള്ളൊരു കാലം. നിങ്ങളൊന്ന് ആലോചിച്ചു നോ. എന്നാൽ യുവാക്കളെ, നമ്മൾ എന്താലോചിക്കുന്നോ അത് മുഴുവനും ചെയ്യാൻ നമ്മളുടെ ശരീരം നമ്മളുടെ ഒപ്പം നിൽക്കുന്നൊരു കാലമുണ്ടോ? അതാണ് നമ്മളുടെ യുവത്വം. ആ യുവത്വ കാലത്ത് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കലങ്ങ് ശീലമാക്കിയാൽ പിന്നെ പ്രായമായിട്ട് നിസ്കരിക്കാൻ ശരീരം വഴങ്ങാത്തതിന്റെ പേരിൽ അത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ പിന്നെ നമ്മളുടെ എല്ലാം റെഡിയായി കിട്ടും. ഉസ്താദേ നന്നാവണോന്ന് വലിയ ആഗ്രഹം നടക്കുന്നില്ല, 2 റക്അത്ത് തഹജ്ജുദ് ഒന്ന് ശീലാക്കി എന്നാ എല്ലാം റെഡിയാവും. ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാവും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വല്ലാത്ത മഹാനാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ വ്യാജ തരീഖത്തുകാരുടെയും പേടി സ്വപ്നമാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മഹാനുഭാവന പറഞ്ഞതടാ മനുഷ്യ, ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുന്നത് കണ്ടിട്ട് അയാള് വലിയ ശൈഖാണ് ഖോജയാണ് എന്നും പറഞ്ഞിട്ട് ബൈഅത്ത് ചെയ്യാൻ പോകണ്ട. ഒരാള് വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുക, അത് കണ്ടിട്ട് ആള് വലിയ കറാമത്തുള്ള ആളാണ് എന്ന് മനസ്സിലാക്കണ്ട. അതുപോലെ വായുവിലൂടെ ഒരാള് പറക്കുന്നത് കണ്ടാൽ അത് വലിയ വിലായത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും മനസ്സിലാക്കണ്ട. മറിച്ചോ അയാളുടെ വിശ്വാസം ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളുടെ പിന്നാലെ കൂടാവൂ. ഇപ്പൊ നിങ്ങളിങ്ങനെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുന്ന ചില സൂഫികളെ കണ്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, സൂഫിയാവാൻ പൂതിയായി പോവും. വാർത്താ സമ്മേളനം കണ്ടാല് സൂഫിയാവാൻ പൂതിയാവും. എന്താ കാരണോ? സൂഫികൾക്ക് നിഷിദ്ധമായ ഒന്നുമില്ല. എന്ത് സുഖാൻ! സൂഫികൾക്ക് നിഷിദ്ധമായ ഒന്നുമില്ല എന്ന് പറയുന്ന ചില സൂഫികൾ, അത് സൂഫിയല്ല, സൂപ്പികളാണ്. സൂപ്പിയാണത്, സൂഫിയല്ല. സുബ്ഹാനല്ലാഹ്, അവർക്ക് സിനിമ ഹറാമല്ല, അഭിനയം ഹറാമല്ല, പെണ്ണിനെ കാണല് ഹറാമല്ല, തൊടല് ഹറാമല്ല, ഒന്നും നിഷിദ്ധമല്ല. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സൂഫികൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതിങ്ങനെ കേൾക്കുമ്പോ ചില ചെറുപ്പക്കാർക്കൊക്കെ പൂതിയാവും സൂഫി ആയാലോ. ഈ രൂപത്തിലാണ്, ഒന്നും നിഷിദ്ധമല്ല എന്ന്. എന്നാൽ മഹാന്മാരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് അവരൊക്കെ മഹാന്മാരാണ് എന്ന് മനസ്സിലാക്കേണ്ട. പക്ഷേ അവരുടെ വിശ്വാസം എന്താണ് എന്ന് നന്നായി പരിശോധിക്കണം. ഇതാണ് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത്. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ സയ്യിദു ത്വായിഫ മഹാനവറുകൾ വഫാത്താവുകയാണ്. വഫാത്തായതിന് ശേഷം മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യൻ സ്വപ്നം കാണുകയാണ്. ആ ശിഷ്യൻ ഉസ്താദിനോട് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദ്, അങ്ങേക്ക് ഖബറിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത അമലേതാണ് എന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ത്വാഹത്ത് തിൽകൽ ഇബാറാ വഫനിയത്ത് തിൽകൽ ഇശാറാ വമാ നഫഅനാ ഇല്ലാ റുഖിആ റഖഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. മഹാനവറുകൾ പറയാൻ, ഞാൻ ഏറെക്കാലം ദർസ് നടത്തിയിട്ടുണ്ട്, കിതാബുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ത്വാഹത്ത് തിൽകൽ ഇബാറാ
ദർസ് നടത്തിയതോ വഅദ് പറഞ്ഞതോ കിതാബ് രചിച്ചതോ ആ ഇബാറത്തുകളൊന്നും എനിക്ക് ഖബറിൽ വേണ്ടതുപോലെ ഉപകരിച്ചിട്ടില്ല. അതുപോലെ വഫനിയത്ത് തിൽക്കൽ ഇശാറ ജുനൈദുൽ ബഗ്ദാദിയാകുന്ന ഞാനൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ആളുകൾ പലരും എന്നെ വലിയ ബഹുമാനത്തോടെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ പോകുന്ന ആള് മഹാപണ്ഡിതനാണെന്ന് എല്ലാം ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ പോകുന്ന ആള് വലിയ സൂഫിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജുനൈദുൽ ബഗ്ദാദിയെന്ന് വലിയ ബഹുമാനത്തോടെ ആളുകളെല്ലാം ഇങ്ങനെ ഇശാറത്താക്കിയിട്ടുണ്ട്. അതൊന്നും തന്നെ എനിക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. വലിയ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്, മുദർരിസാണ്, ഖതീബാണ്, വലിയ ഹാജിയാരാണ്, കാരണവരാണ്, പള്ളിയുടെ നേതാവാണ്, മദ്രസയുടെ നേതാവാണ് എന്നിങ്ങനെ നമ്മളെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ ആരോ ആണ് എന്ന വിചാരം വെച്ച് പുലർത്തില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പലരും പലതും ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും തന്നെ എനിക്ക് ഖബറിൽ ഉപകരിച്ചില്ല. വമാ നഫഅനാ ഇല്ലാ റുഖ്യ റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. എനിക്കല്ല ഖബറിൽ ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് അല്പം ചില റകഅത്തുകളാണ് കേട്ടോ. ഏതാണ് ആ റകഅത്ത്? റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. എല്ലാ ആളുകളും ഉറങ്ങുമ്പോ യജമാനനായ അല്ലാഹുവിനെ മാത്രം ആലോചിച്ച് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് ഈ ജുനൈദ് നിസ്കരിച്ച അല്പം ചില റകഅത്തുകളുണ്ട്, അല്പം ചില തഹജ്ജുദുകളുണ്ട്. അതല്ലാതെ വേറെ ഒന്നും തന്നെ എനിക്ക് ഉപകരിച്ചിട്ടില്ല. സയ്യിദുനാ സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഖബറിൽ ഉപകരിച്ച അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോ തഹജ്ജുദ് നിസ്കാരമാണെന്ന് മഹാനുഭാവനും പറഞ്ഞു കൊടുക്കുന്നു. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ ആരാണ്? ലോകത്തിന്റെ നേതാവ് മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നു, അത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളാണ്. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് പറയുന്നൊരു വാചകമുണ്ട്, വഹും ഖലീൽ. അവര് വളരെ കുറവേ ഉണ്ടാവൂ, അവര് ന്യൂനപക്ഷമാണ്. വളരെ കുറഞ്ഞ ആളുകളെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുള്ളൂ. അതുകൊണ്ടാണ് ചില മഹാന്മാരായ ആളുകൾ അവര് ദുആരിക്കാറുണ്ട്, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഖലീലീൻ. പടച്ചോനെ, ഞങ്ങളെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാഹ് എന്ന് ദുആരിക്കലുണ്ട്. ഏതാണ് ഈ ന്യൂനപക്ഷം? ഏതാണ് ഈ കുറഞ്ഞ ആളുകൾ? അതാ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, വഹും ഖലീൽ. അവര് ഖലീലാണ്, കുറവാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഖലീലീൻ. ആ പറഞ്ഞ ഖലീലീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ എന്ന് മഹത്തുക്കളായ ആളുകൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെയും നീ പെടുത്തി തരണേ അല്ലാഹ്. 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണം? എത്ര സമയം വേണം? 2 മണിക്കൂർ മതിയാവില്ലേ? എന്തെങ്കിലും
2 റക്അത്ത് നിസ്കരിക്കാൻ 2 മിനിറ്റ് തികച്ചു വേണോ നമുക്ക്? സുബ്ഹാനല്ലാഹ്, എത്ര ഇഖ്ലാസിൽ നമ്മൾ അങ്ങോട്ട് നിസ്കരിച്ചാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തായാലും 2 റക്അത്ത് തീരും. ആ ഒരു 5 മിനിറ്റ് ഒരു ദിവസം ചിലവഴിക്കാൻ തയ്യാറാണോ? എന്നാൽ ഈ ഭൗതികവും അതുപോലെ ആഖിറവും രക്ഷപ്പെട്ടു കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുന്ന് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയില് സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞാൽ നടക്കുന്ന ഒരു രസകരമായ മജ്ലിസ്. അതുകൊണ്ട് തന്നെ സുബ്ഹി ജമാഅത്ത് നല്ല ആളുകൾ ഉണ്ടാവും മദീനത്തെ പള്ളിയിൽ. നമ്മളെ പള്ളിയിൽ ഏറ്റവും കുറവ് ആളുകൾ ഉണ്ടാവുന്നത് എപ്പോഴാ ആളുകൾ കുറവുണ്ടാവുക? അല്ലേ? സുബ്ഹി ജമാഅത്തിനാണ് ഏറ്റവും കുറഞ്ഞ ആളുകൾ ഉണ്ടാവുക. ഈ നാട്ടിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്നാൽ മദീന പള്ളിയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, നന്നായിട്ട് ആളുകൾ ഉണ്ടാവും. എല്ലാ ജമാഅത്തിനും സ്വഹാബത്ത് ചെല്ലും. സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു രസകരമായ മജ്ലിസ് ഉണ്ട്. എന്താ മജ്ലിസ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നില് ഓരോ സ്വഹാബികളും എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങും. എന്താ പറയുന്നത്? കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കൂട്ടത്തിൽ സ്വപ്നം കണ്ട ആളുകളാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. എഴുന്നേറ്റ് നിന്നിട്ട് അവര് കണ്ട സ്വപ്നങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ പറയും. നല്ല രസമുള്ള മജ്ലിസാണ് അല്ലേ? നമ്മുടെ നാട്ടില് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നാട്ടിലുള്ള ആളുകള് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ സ്വപ്നം പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ നല്ല രസമുണ്ടാവും. എന്നാൽ ഇത് കാണുന്നത് സ്വഹാബാക്കളാണ്, പറയുന്നത് റസൂലുള്ളാഹിന്റെ മുന്നിലാണ്. എന്തിനാ ഈ പറയുന്നത്? സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കും. ഒരു ബാത്റൂമിൽ നിന്ന്, പള്ളിയുടെ ബാത്റൂമിൽ നിന്നൊരു ഫോണ് കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് ആരുടേതാണെന്ന് വിചാരിച്ചാൽ വന്ന് വാങ്ങണം. ഇനി ഇവിടുന്ന് അനൗൺസ് ചെയ്യൂല. ഫോണ് പോയ ആള് ലാസ്റ്റേ പോകുകയല്ലോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. നിങ്ങൾക്കൊക്കെ ആമീൻ പറയാൻ അല്ലാഹു നല്ല ആഫിയത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്ന് ഭക്ഷണമല്ലേ ഇവിടെ? ഉണ്ടല്ലേ? ആ ഭക്ഷണം ഉണ്ട്. നല്ല മന്തിയാണ്. ഊക്കിൽ ആമീൻ പറഞ്ഞോളൂ. ഇന്നാ നല്ല പൊതി കിട്ടും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാം, ഇങ്ങനെ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സ്വപ്നം കണ്ട സ്വഹാബികൾ ഇങ്ങനെ എഴുന്നേറ്റ് അവര് കണ്ട സ്വപ്നം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ പറയും. അതിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്. എന്റെ ബാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ സദസ്സിലുണ്ടാകും. അതുപോലെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉണ്ടാകും. എല്ലാവരും ഉള്ള മജ്ലിസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഓരോ ആൾക്കാരും ഇങ്ങനെ ഓരോ സ്വപ്നം കാണുന്നത് ഇങ്ങനെ പറയുമ്പോ എനിക്കൊരു വല്ലാത്ത പൂതി. ഒരു സ്വപ്നം കണ്ടിരുന്നെങ്കിൽ അതൊന്ന് പറയായിരുന്നു. സ്വപ്നം കണ്ടാലല്ലേ എന്നിട്ടൊന്ന് പറയാൻ കഴിയൂ. ഒരു സ്വപ്നം കാണണോന്ന് വലിയ പൂതി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും ഒരു സ്വപ്നം കാണണമെന്ന പ്രതീക്ഷയിൽ കിടക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോ മഹാനുഭാവനതാ ഒരു സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം എന്നറിയോ? അതാനി മലക്കാ, ഞാനും നിങ്ങൾ കാണുന്നത് പോലെയുള്ള സ്വപ്നമല്ല മഹാന്മാര് കാണുക. അതാനി മലക്കാ, അതേ മഹാനവറുകൾ പറയുന്നു, എന്റെ അടുക്കൽ 2 മലക്കുകൾ വരുന്നു. ആ 2 മലക്കുകൾ വന്നു. എന്നിട്ട് പറഞ്ഞു, തആൽ യാ അബ്ദുല്ലാഹ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഞങ്ങളെ കൂടെ വരൂ.
ആ രണ്ട് മലക്കുകളും മെല്ലെ കയ്യും പിടിച്ചു കൊണ്ടുപോകുന്നു. ഒരു വലിയ കിണർ പോലെ ആഴമുള്ളൊരു കുഴിയുടെ സമീപത്തിൽ നിർത്തിയിട്ട് എന്നോട് പറയുന്നു, അബ്ദുല്ലാ, ഈ കുഴിയിലേക്കൊന്നു നോക്കൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് ആ കുഴിയിലേക്കങ്ങ് നോക്കുമ്പോ അവിടെ അതാ വല്ലാതെ തീ കൊണ്ടിങ്ങനെ കത്തിയാളുന്നു. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോ ആ തീക്കുള്ളാരത്തിലതാ ധാരാളം മനുഷ്യന്മാരിങ്ങനെ കത്തിയെരിയുകയാണ്. മഹാനവറുകള് പറയുന്നു, എനിക്ക് പരിചയമുള്ള ചില ആളുകളോ ആ തീക്കുള്ളാരത്തിലുണ്ട്. നെട്ടിയങ്ങ് എഴുന്നേൽക്കുന്നു. കുറെ കാലമായൊരു സ്വപ്നം കാണണോന്ന് പൂതി വെക്കുന്നു. പക്ഷേ കണ്ട സ്വപ്നമോ ഭയാനകരമാണ്, വല്ലാതെ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്. റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വെച്ചൊന്ന് പറയണോന്ന് വിചാരിച്ച് സുബഹി ജമാഅത്തിന് ചെല്ലുന്നു. അങ്ങനെതാ ഓരോ ആളുകളായി എഴുന്നേറ്റ് നിന്ന് അവര് കണ്ട സ്വപ്നം ഇങ്ങനെ പങ്കുവെക്കുകയാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാൻ മുതിർന്നില്ല. ബാപ്പയുള്ള മജ്ലിസിൽ വെച്ച്, അബൂബക്കർ തങ്ങളുള്ള മജ്ലിസിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഈ സ്വപ്നം പറയാൻ പറ്റുമോ? ഭയാനകരമായ സ്വപ്നമാണല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞില്ല. അവിടുന്നതാ ആ മജ്ലിസ് കഴിഞ്ഞിട്ട് സ്വന്തം പെങ്ങളാകുന്ന ഹഫ്സ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ പെങ്ങളാണ്. നേരെ ചെന്നിട്ട് പെങ്ങളോട് പറയുന്നു, അല്ലയോ ഹഫ്സ, റസൂലുള്ളാഹി നിങ്ങളുടെ അടുത്ത് വരുമ്പോ ഞാൻ കണ്ട സ്വപ്നം നിങ്ങളൊന്ന് പറയുമോ? ഞാൻ ആ മജ്ലിസിൽ വെച്ച് പറയണോന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷേ ധൈര്യം വരാത്തതിന്റെ പേരില് പറയാതെ പോന്നതാ. നിങ്ങളൊന്ന് റസൂലുള്ളാഹിനോട് ഈ കാര്യമൊന്ന് പറയുമോ? ഹഫ്സ ബീവിയെ ഏൽപ്പിച്ചു. കാരണം റസൂലുള്ള ഭാര്യയുടെ അടുക്കൽ വരും, അപ്പൊന്ന് പറയാൻ വേണ്ടിയിട്ട് പെങ്ങളെ ഏൽപ്പിച്ചതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിയുടെ അടുക്കൽ വന്നു. ഹഫ്സ ബീവി പറഞ്ഞു, അബ്ദുള്ള വന്നിരുന്നു രാവിലെ. അബ്ദുള്ള വന്നിരുന്നു. ഇന്ന് സുബ്ഹിയുടെ മജ്ലിസിൽ പറയാൻ പേടിയായതുകൊണ്ട് അങ്ങയോട് പറയാൻ എന്നെ ഏൽപ്പിച്ചതാണ്. എന്താ കാര്യം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഭയാനകരമായൊരു സ്വപ്നം. കത്തിയാളുന്ന ഒരു കിണറുപോലെ ആയമുള്ള കുഴിയുടെ സമീപത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ രണ്ട് മലക്കുകൾ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇതിലേക്കൊന്ന് നോക്കൂ അബ്ദുല്ലാ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ മനുഷ്യന്മാരെ ഇങ്ങനെ പച്ചയായി കത്തിക്കുന്ന രംഗമാ കണ്ടത്. അബ്ദുള്ളക്ക് പരിചയമുള്ള ചില ആളുകളും അതിലുണ്ട് പോലും. അങ്ങയോട് പറയാൻ പേടിയായിട്ട് എന്നെ ഏൽപ്പിച്ചതാ. അപ്പൊ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കണ്ട സ്വപ്നത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയോ? നിഅ്മർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ഫിൽ ലൈൽ. അബ്ദുള്ള നല്ല കുട്ടിയാണ്, അബ്ദുള്ള നല്ല മോനാണ്, നല്ല ഉഷാറാണ്. പക്ഷേ ലൗ കാന യുസല്ലി ഫിൽ ലൈൽ, അബ്ദുള്ള തഹജ്ജുദ് കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ വളരെ നല്ല മോനായിരുന്നു.
ആ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടത് നരകമാണ്. സ്വപ്നത്തിലാണെങ്കിലും നരകം കാണിക്കപ്പെട്ടത് തഹജ്ജുദിന്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് അബ്ദുള്ളയോട് ഇനി തഹജ്ജുദ് പതിവാക്കാൻ പറയണം. മരണം വരെ പിന്നെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ അതിനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള നല്ല മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അതിനുള്ള വലിയ അവസരം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഏത് നല്ല കാര്യവും തുടങ്ങാനുള്ള കാലമാണ് ഈ ചെറുപ്പകാലം. ഇതിങ്ങനെ തോന്നിവാസം ചെയ്ത് നടക്കാനുള്ള കാലല്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്. കല്യാണത്തിന് പോയി പടക്കം പൊട്ടിക്കാനുള്ള പ്രായമാണ് ഈ പ്രായം എന്ന ചിലരെ വിചാരം. കല്യാണത്തിന് പുതിയാപ്പളയുടെ കൂടെ പോയിട്ട് എല്ലാ തോന്നിവാസങ്ങളും നടത്താനുള്ള ഒരു കാലമാണ് ഈ ചെറുപ്പകാലം, ഈ യുവത്വകാലം എന്നാണ് ചില ആളുകളുടെ വിചാരം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം പേക്കൂത്തുകളാണ് കല്യാണത്തിന്റെ ഒക്കെ പേരിൽ നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലും ഒക്കെ നടക്കുന്നത്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. സുബ്ഹാന ജല്ല ജലാലു. കല്യാണം തുടങ്ങണമെന്നില്ല. കല്യാണത്തിന്റെ ആമുഖങ്ങളിൽ പോലും ധാരാളം അനാവശ്യങ്ങൾ ഇങ്ങനെ അരങ്ങ് വാഴുകയാണ്. അതിനൊക്കെ മുന്നിലുള്ളത് ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമാണ്. എല്ലാത്തിന്റെയും മുന്നിലുള്ളത് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു എന്തെല്ലാം അനാചാരങ്ങൾ നമ്മളുടെ ഖൗമ് ഈ ഒരു ഇബാദത്തിനെ വികൃതമാക്കിയതുപോലെ വേറൊരു സമുദായവും കല്യാണത്തെ ഇത്ര വികൃതമാക്കിയിട്ടില്ല. അന്യമുസ്ലിമീങ്ങളുടെ അമുസ്ലിമീങ്ങളുടെ കല്യാണവും മറ്റുമൊക്കെ നിങ്ങളൊന്ന് വീക്ഷിച്ചു അവരവരുടെ മതപരമായ ആചാരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കോലത്തിലാണ് അതെല്ലാം അനുഷ്ഠിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മള് വല്ലാതെ ഇങ്ങനെ അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ആചാര വീട്ടിലുണ്ട് കല്യാണത്തിന്റെ തലേന്ന് ഗാനമേള. കല്യാണത്തിന്റെ തലേന്ന് ഗാനമേള ആജിന്റെ വീട്ടിലുണ്ട്. പെണ്ണിനും ആണിനും ഒരുമിച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്റ്റേജ് ഇല്ലാത്ത ഒരു കല്യാണ വീടുപ്പില്ല. സുബ്ഹാനല്ലാഹ്, ഇല്ലേ? ഇവിടെ അങ്ങനെ സ്റ്റേജ് ഇല്ലേ? സ്റ്റേജ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആരാ ഫോട്ടോ എടുക്കല്? ആണും പെണ്ണും. ബാപ്പ പറയാണ്, മോളെ കൂടെ ഒരു ഫോട്ടോ എടുത്തോ. ആരോട്? ഒപ്പം പഠിക്കുന്ന ചെറുപ്പക്കാരനോട്. നിങ്ങൾ എല്ലാരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോ. ബാപ്പ ഫോട്ടോ എടുത്തും കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ സകല തോന്നിവാസങ്ങളും നടത്താനുള്ള പ്രായമാണ് ഈ യുവത്വകാലം എന്ന് മനസ്സിലാക്കരുത്. ഇത് ആരാധനകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു തആല നമുക്ക് തന്ന ഏറ്റവും നല്ല സുവർണകാലമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ നേരവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. എവിടെയാണ് അതിനുള്ള ഒരു അവസരം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഫവജത്തുഹു ഫീ സ്വലാത്തിൽ ളുഹാ. ളുഹാ നിസ്കരിക്കുന്ന ആളുകൾക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ശാഫിഈ ഇമാം പറയുന്നത് കാണാം. എപ്പോഴാ ളുഹാ നിസ്കാരം? ളുഹറിന്റെ മുമ്പ് നിസ്കരിക്കുന്നതാണ്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരാണ് ളുഹാ നിസ്കാരം. എല്ലാവർക്കും അറിയാം. ചില സഹോദരിമാരൊക്കെ നിസ്കരിക്കലുണ്ട് എന്നാ തോന്നുന്നത്. പുരുഷന്മാര് കുറച്ചാളുകളൊക്കെ നിസ്കരിക്കലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് യജമാനനായ അള്ളാഹുവിലേക്ക് ധാരാളമായി നമുക്ക് അടുക്കാൻ കഴിയും. 2 റക്അത്ത് തഹജ്ജുദും 2 റക്അത്ത് ളുഹാ നിസ്കാരവും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇങ്ങനെ ഏത് നന്മകൾ പരിശോധിച്ചാലും മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഓരോ നന്മകളും നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വരുമ്പോ ഇതെനിക്കെന്റെ കൂടെ ഖബറിൽ കിടക്കാനുള്ള ഒരു വലിയ കൂട്ടുകാരനാണ് എന്ന് മനസ്സിലാക്കിയിട്ട്
പരമാവധി ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാണോ അറിയുമോ? അതേ, നമ്മളൊരു വഴിയിലൂടെ പോകുമ്പോ ആ വഴിയിൽ യാത്രക്കാരാകുന്ന ആളുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വല്ലതും കാണുമ്പോ അതൊന്ന് എടുത്തു മാറ്റാൻ ഈമാനുള്ള ആളുകൾക്ക് വലിയ ആവേശമാണ്. അതേ, ഒരു മജ്ലിസിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള കസേരയുണ്ട്. ആ കസേരയിൽ ധാരാളം പൊടികൾ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണുമ്പോ ഈമാനുള്ളവനോട് ഒരാളും തന്നെ പറയേണ്ടതില്ല. അത് മറ്റുള്ള ആളുകൾക്കൊരു സഹായമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു നന്മ ചെയ്യാൻ അവന് വലിയ ആവേശമാണ്. ഏത് നന്മകൾക്ക് അവസരം വന്നാലോ ഈമാനുള്ള ആളുകള് അത് പാഴാക്കി കളയൂല.